ഹലോ, എല്ലാവർക്കും മണി ടോക്കിൻ്റെ 100 ഡേയ്സ് വീഡിയോ ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് കുറേയധികം ആളുകൾ വിൽപ്പന ചെയ്യുന്ന അല്ലെങ്കിൽ കുറേയധികം ആളുകൾ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ് എന്നുള്ളത്. എന്നും പറഞ്ഞ് ഇതിൽ ബിസിനസ് അവസരം കുറവ് എന്നല്ല, നിങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ്. ഇന്ന് പറയാൻ പോകുന്ന മറ്റൊന്നുമല്ല, ഡ്രൈ ഫിഷാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രൈ ഫിഷ് നമ്മൾ ഉപ്പിട്ടിട്ട് ഡ്രൈ ആക്കുന്ന രീതിയിൽ ഫിഷിനെ സാധാരണ നമ്മൾ കണ്ടിട്ടില്ല, ഉണക്കമീൻ എന്ന് പറയുന്നത്. അത് ഉപ്പ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഡ്രൈ ആക്കി എടുക്കുക, കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉണക്കിയെടുക്കുന്നത്. എന്നാൽ അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ പ്രഷർ സംബന്ധമായ അസുഖമുള്ളവർക്കൊന്നും അധികം ഉപ്പ് ഉപയോഗിക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡ്രൈ ഫിഷ് നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അങ്ങനെ നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള, നമുക്ക് ഡ്രയറിൽ ഉണക്കിയെടുക്കാൻ സാധിക്കുന്ന ഫിഷുകളുണ്ട്. നമുക്ക് ഡ്രയറിൽ ഉണക്കിയെടുക്കാം. ഉപ്പിടാതെ നമുക്ക് ഉണക്കിയെടുത്ത് അതിനെ പായ്ക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഡ്രൈ ഫിഷിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ശകലം ആവശ്യമാണ്, കാരണം ഒരു ഡ്രയർ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള ഫിഷ് നമ്മൾ ഡ്രയറിൽ വെച്ച് ഡീഹൈഡ്രേഷൻ നടത്തുന്നു. അതായത് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നു, ഉപ്പൊന്നും ഇടാതെ നന്നായി ഉണക്കിയെടുത്ത് നമ്മൾ വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ, നല്ലൊരു ബ്രാൻഡ് നിങ്ങൾ സൃഷ്ടിക്കുക. ആ ബ്രാൻഡിൽ തന്നെ നിങ്ങൾ വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണിത്. ഇതിന് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. ഇത് നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശകലം ബുദ്ധിമുട്ടാണ്. ഇത് ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ നല്ല ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് മേഖല കൂടിയാണ് ഡ്രൈ ഫിഷ് നമ്മൾ ഉപ്പില്ലാതെ ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.